ഫൈനലി റൂൾ നമ്പർ 12. ഞാൻ ആദ്യം പറഞ്ഞു, ജീവിതത്തിലൊരു ലക്ഷ്യം നമ്മൾ നേടിയെടുക്കണം. ജീവിതത്തിലെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് പ്രതീക്ഷ കാണലോ ജീവിതത്തെ നയിക്കുക എന്ന് പറയുന്നത്. നമ്മൾ ഓരോരോ കാര്യങ്ങൾ പുതുതായി പഠിക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു കുട്ടിയുടെ അടുത്ത് ചോദിക്കുന്നു, നിനക്ക് എന്താണ് ആവാൻ? അവൻ 5ാം ക്ലാസ്സിൽ പഠിക്കുക, എനിക്ക് IAS ഓഫീസർ ആകണമെന്നാണ് ആഗ്രഹം. അങ്ങനെയെങ്കിൽ അതിനുവേണ്ടി ഇപ്പോഴേ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഓരോരുത്തർക്കും ഡിഫറൻ്റാണ്. ഉദാഹരണത്തിന് അവനോട് പറയുക, കേരളത്തിൽ എത്ര IAS ഓഫീസേഴ്സ് ഉണ്ട് എന്ന് ചോദിച്ചാൽ എത്ര പേര് ഇന്ന് നമുക്കറിയാം? അവർ ഈ ലോകത്തിന് വേണ്ടി ചെയ്തിരിക്കുന്ന പ്രവൃത്തികൾ, അവരുടെ ബയോഡേറ്റകൾ, അവരുടെ സ്ട്രഗിളുകൾ, അവർ പഠിച്ച മാർഗങ്ങൾ, അവർ ഈ രാജ്യത്തിന് സമൂഹത്തിനൊക്കെ വേണ്ടി ചെയ്ത നന്മകൾ എന്തൊക്കെയാണ്? ഇത് പഠിക്കാനും അത് കളക്ട് ചെയ്യാനായിട്ടുമൊക്കെ ശ്രമിക്കുന്നതിനിടയിൽ ചിലപ്പോൾ ഡയറികൾ എഴുതിയെന്ന് വരാം, അവരുടെ ചിത്രങ്ങൾ ബുക്കിൽ ഒട്ടിച്ചു വെച്ചെന്ന് വരാം. ചിലപ്പം അവരുടെ ബയോഡേറ്റകൾ കളക്ട് ചെയ്യുന്നതിനിടയിൽ അവർ പഠിച്ച മാർഗങ്ങൾ, അവർ സ്ട്രഗിൾ ചെയ്ത വഴികളൊക്കെ മനസ്സിലാകുന്ന സമയത്ത് ഞാൻ എടുത്ത ഗോള് എനിക്ക് പറ്റുന്നതല്ല എന്നൊരു തോന്നൽ. രണ്ടാമത്തെ വശം, ഇവരെക്കാട്ടിൽ ഭംഗിയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ ആശയങ്ങൾ കൂടി എനിക്കുണ്ട് എന്നൊരു തോന്നൽ. ഇത് രണ്ടും നമ്മളെ മുന്നോട്ട് നയിക്കുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തമാകുക. ഇനി നിങ്ങൾ സ്കൂളിലേക്കൊക്കെ പോയി പഠിച്ച് നല്ല മാർക്ക് മേടിച്ച് നിങ്ങൾ വരണം. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, എന്തിനാണ് പഠിക്കുന്നത്? ഏതോ ഒരു ലക്ഷ്യം, ആ ലക്ഷ്യം നിറവേറണം എന്നതാണ്. ഇതിനപ്പുറത്ത് ഒരു നല്ല മനുഷ്യനായി ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.